പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങൾ മാത്രമല്ല, ടഫായിട്ടുള്ള നമുക്ക് തീരെ പറ്റാത്ത ദിവസങ്ങളും ഉണ്ട്. പക്ഷെ അന്നും നമുക്ക് ഈ വീട്ടിലെ ജോലികൾ ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കെങ്ങനെ ആ ദിവസങ്ങളിലും പോസിറ്റീവായും മോട്ടിവേറ്റഡായിട്ട് ഇരിക്കാം, അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തെ ഒരു പോയിൻ്റ്, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ജസ്റ്റ് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും. നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, ചെറുതോ വലുതോ ഒന്ന് ആലോചിക്കാം. നമുക്ക് ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെന്നാവാം, അല്ലെങ്കിൽ ഒരു സമാധാനമുള്ളൊരു രാവിലെയാണ്, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷെ എന്നാലും അത്ര സുഖമില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഇറ്റ്സ് എ പീസ്ഫുൾ മോർണിംഗ്, അങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റിയൊരു വീടുണ്ട്. അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ ആലോചിക്കുക. അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനൊരു ഷിഫ്റ്റ് വരും. കുറച്ചും കൂടി നമുക്ക് ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്താണോ നമ്മുടെ ഉള്ളിൽ ബുദ്ധിമുട്ടിക്കുന്നത് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാതെ നമുക്കുള്ള കാര്യങ്ങളിൽ താങ്ക്ഫുൾ ആകുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ഫീലിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ബി താങ്ക്ഫുൾ. പിന്നെ നമ്മൾ ദിവസത്തിൻ്റെ ഇടയിലാണ് ഈ സ്ട്രെസ്സ് വരുന്നത്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ബ്രീത്ത്. ഒന്ന് പോസ് ചെയ്യുക കുറച്ച് നേരത്തിന്, എന്നിട്ട് ഒന്ന് ബ്രീത്ത് ചെയ്ത് നോക്കുക. നല്ല ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് നോക്കുക. നല്ല ഇൻഹെയിൽ ചെയ്യുക 4 പ്രാവശ്യം, ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് 8 ടൈംസ് എക്സെയിൽ ചെയ്യുക. ഈ ഒരു ഷോർട്ട് ബ്രേക്ക് നമ്മുടെ മൈൻഡിന് ഒന്ന് റീസെറ്റ് ചെയ്യാനും ടെൻഷൻ ഒന്ന് കുറയ്ക്കാനും പിന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ജോലികളിലോട്ട് പോകാനും ഒന്ന് കാമാവാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. എപ്പോൾ നമ്മൾ ടെൻഷൻ തോന്നുമ്പോഴും ജസ്റ്റ് നല്ല ഡീപ്പ് ബ്രീത്തിങ് ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴാണല്ലോ നമുക്ക് ഈ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ തുടങ്ങണം ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പം അങ്ങനെ സ്റ്റക്കാവുന്ന സമയത്ത് ജസ്റ്റ് കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എടുക്കാം, എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒരു സ്മോൾ ടാസ്ക് എടുക്കുക. അതായത് ഇപ്പം വീട് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഫസ്റ്റ് തിങ് നമുക്ക് ബെഡ് മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ഒന്ന് തുടച്ചിടാം. അപ്പം നമ്മൾ ഒരു ചെറിയ ടാസ്ക് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമോ സന്തോഷമോ ഒരു സംതൃപ്തിയോ എല്ലാം കിട്ടും. അത് നമ്മളെ വീണ്ടും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ഈ എല്ലാം കൂടി തലയിലിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിനേക്കാളും. അപ്പം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് എഴുതുക, ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് എന്താണ് ചെയ്തു തീർക്കേണ്ടതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക. ഇനി ചിലർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ ആലോചിക്കുന്ന കാര്യം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ തലയിലൊക്കെ എടുക്കുന്നുണ്ടാവും. ഒന്ന് നമ്മളെ തന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ മാറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, എന്തെങ്കിലും ഒരു ചെറിയൊരു പാട്ട് വയ്ക്കുക. പാട്ട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പ്രാർത്ഥനകൾ കേൾക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റോ കാര്യങ്ങളോ ഒക്കെ കേൾക്കാം. അപ്പം നമ്മളത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലുള്ള ഈ നെഗറ്റീവ് തിങ്കിങ് അങ്ങ് മാറും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ഈ പണികൾ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ വേറൊരു കാര്യത്തിലും കൂടി ഒന്ന് ചിന്തിച്ച്, നമ്മുടെ ആ നെഗറ്റീവ് തിങ്കിങ് ചിന്തിക്കാതെ പോസിറ്റീവായിട്ടുള്ള പാട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റോ എല്ലാം കേട്ടും കൊണ്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളെ സ്റ്റക്കാക്കുന്ന, വിഷമിപ്പിക്കുന്ന, ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ചിന്ത താനേ ഒന്ന് പൊക്കോളും. ബെറ്റർ ഒരു മോട്ടിവേഷണൽ ടോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാമിങ് മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ എന്താണ് നമ്മളെ ഒന്ന് സൂത് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ടൈമിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഓവർകം ചെയ്യണമല്ലോ. അപ്പം നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. വീട്ടിൽ തന്നെ സ്റ്റക്കാവുന്നവരാണല്ലേ
വീട്ടിൽ ഹോം മേക്കേഴ്സ് പലപ്പോഴും നമുക്ക് പലപ്പോഴൊക്കെ പുറത്ത് പോകാമെന്നല്ലാതെ എപ്പോഴും നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പം മിക്കവാറും പണികളുണ്ടാവും, നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റക്കായിരിക്കും. പിന്നെ ഈ ഞാനൊക്കെ ആണെങ്കിൽ വർക്ക് ഫ്രം ഹോമാണ്. അപ്പം വേറെ ജോലി ഉണ്ടെങ്കിൽ കൂടിയും വീണ്ടും വീടിനകത്ത് സ്റ്റക്കാണ്. അപ്പം ഒരു എല്ലാ ടൈപ്പ് ഓഫ് സ്ട്രെസ്സും ഒന്നും നമുക്ക് ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയുക എല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം വേറെ വഴിയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുക, ഒന്ന് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കുക, ഒന്ന് ഫ്രഷ് എയർ കണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ ഇവിടെ ജസ്റ്റ് മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ക്യാറ്റുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു ചേഞ്ചാണ്, മൈൻഡിൻ്റെ ഒരു റിഫ്രഷ്മെൻറ്റാണ് ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം ഗുഡ് ഹോർമോൺസ് റിലീസ് ചെയ്യും, നമുക്ക് വീണ്ടും ഒന്ന് ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാനും ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, പുറത്തിറങ്ങുക, പറ്റുവാണെങ്കിൽ കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടക്കുക, സ്ട്രെച്ച് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാക്കും, ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുമ്പോഴത്തേനും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് കഴിയില്ല, അങ്ങനെ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാതെ ജസ്റ്റ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് എങ്ങനെ കൈൻഡായിട്ട് നിൽക്കും അതേപോലെ നിങ്ങൾ നിങ്ങളോട് കൈൻഡായിട്ട് നിൽക്കുക. യു ഷുഡ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം നമ്മളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, ഇതും കടന്നു പോവും, ടഫ് ഡേയ്സ് എല്ലാം ടെമ്പററി ആണ്, ആൻഡ് നമ്മൾ ഈ ടഫ് ഡേയ്സിലും വി ആർ ഡൂയിങ് അവർ ബെസ്റ്റ് എന്ന് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മളോട് തന്നെ കൈൻഡ് ആകുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടു, അതായത് മമ്മൂട്ടി പറയുന്നൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ ഭർത്താവ് ഹാപ്പി ആക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭർത്താവ് ഹാപ്പി ആക്കാറില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവരതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, എന്നെ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട് എനിക്ക് വേണ്ടിയിട്ട്, ഹാപ്പി ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹാപ്പി ആവാൻ ഞാൻ തന്നെ വിചാരിക്കണമെന്ന്. ശരിയല്ലേ? എത്ര ആൾക്കാരോ എത്ര ബെറ്റർ സിറ്റുവേഷൻ അതിലും ഹാപ്പി അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ. ലുക്ക് ഫോർ സ്മോൾ ജോയ്സ്. ഇപ്പം സ്റ്റക്കായിട്ടിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ആ ദിവസങ്ങളിൽ എന്തെങ്കിലും സന്തോഷത്തിനൊരു കാര്യം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴോ, ഈ കൊച്ചുകുട്ടികളുടെയൊക്കെ ചിരി കാണുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംഫർട്ട് ഫേവറേറ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കുക, ഇഷ്ടമുള്ളൊരു മൂവി കാണുമോ, ആരെങ്കിലും വിളിച്ച് സംസാരിക്കുമ്പോഴോ, ജസ്റ്റ് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഹാപ്പി ആവാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ തന്നെ ലിറ്റിൽ തിങ്സ് അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും വി ഗെറ്റ് ദോസ് ലിറ്റിൽ മൊമെൻറ്റ്സ് ഓഫ് ജോയ്. പൊതുവേ ഒരുപാട് കുക്കിംഗ് അല്ലെങ്കിൽ ഒരുപാട് ക്ലീനിങ് ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ഓവർവെൽംഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒന്ന് വീട് വൃത്തിയായി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടാറുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയില്ല. അങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്പേസ് ഒന്ന് ഒതുക്കുക. നമുക്ക് ഓൾറെഡി വേറെ എന്തെങ്കിലും കാര്യങ്ങളിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ വീടും കൂടി ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ആകെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. സോ എല്ലാം ഫിക്സ് ചെയ്യാൻ നോക്കാതെ ഒരു 5 മിനിറ്റ്സ് ഏതെങ്കിലും ഒരു ചെറിയ സ്പേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്യുക. ക്ലീനിങ് ഒരു തെറാപ്പി പോലെയാണ്. ആ ഒരു സ്പേസ് ക്ലീൻ ആകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് കാം ആവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ സറൗണ്ടിങ്സ് ബെറ്റർ ആകുമ്പോൾ തന്നെ വി സ്റ്റാർട്ട് ഫീലിംഗ് ബെറ്റർ. അടുത്തൊരു കാര്യം, പെർഫെക്ഷൻ നോക്കാതിരിക്കുക. എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് അല്ല, എല്ലാ ദിവസവും പെർഫെക്റ്റ് ഒന്നും ആവില്ല, ആർക്കും ആവില്ല. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ്, മിസ്റ്റേക്സ് ഉണ്ടാവും, ഇമോഷൻസ് ഉണ്ടാവും. ചില ദിവസങ്ങൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും. ഇറ്റ്സ് ഓക്കെ, കാരണം എല്ലാവർക്കും അങ്ങനത്തെ ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള ദിവസങ്ങളിൽ പെർഫെക്ഷൻ വേണ്ട, നമുക്ക് ജസ്റ്റ് പ്രോഗ്രസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. ജസ്റ്റ് ഇങ്ങനെ സ്റ്റക്കായിരിക്കാതെ ജസ്റ്റ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു ലിറ്റിൽ സ്റ്റെപ്പ് എഹെഡ് പോകാൻ നോക്കുക. അങ്ങനെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെയും നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ കുറഞ്ഞ് ജസ്റ്റ് ഇന്ന് കുറച്ച് ചെയ്താൽ മതി. അപ്പം ആ ഒരു ടൈമിലൊക്കെ ടൈമേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. 1 മിനിറ്റ് ടൈമർ, 2 മിനിറ്റ് ടൈമർ. ഒരു കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട്, ജസ്റ്റ് സ്റ്റാർട്ട്. 2 മിനിറ്റ് ടൈമർ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 2 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. ഒരു 3 ടാസ്ക് എടുക്കുക. പാത്രം കഴുകുന്നത്, കിച്ചൺ കൗണ്ടർ ക്ലീൻ ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് കൂടി.
ഒരു ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ട് 3 ടാസ്കും ചെയ്യാം. 15 മിനിറ്റ്സ് കഴിയുമ്പം യു ഫീൽ മോർ പ്രൊഡക്റ്റീവ്. ടഫായിട്ടുള്ള ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ സിമ്പിൾ കാര്യങ്ങൾ, സിമ്പിൾ ഹാബിറ്റ്സ് നമ്മളെ മോട്ടിവേറ്റഡായിട്ട് നിർത്താൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ March 1 അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു പ്ലാനിങ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ബിഗിനിങ് ഓഫ് ദ മന്താണ്. നാളെ നോമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു പോസിറ്റിവിറ്റി എല്ലാവർക്കും ഉണ്ടാവട്ടെ. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ബിഗ് താങ്ക്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. പറ്റുന്ന പോലെ, സമയം കിട്ടുന്ന പോലെ വീഡിയോസ് ഇതുപോലെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം, ഉടനെ കാണാം. അതുവരേക്കും ബൈ.